നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ ഞങ്ങളത് ഉൾപ്പെടുത്തുന്നതാണ്. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നാളെ മാർച്ച് 1. ഈ മാർച്ച് മാസത്തിൽ ചില നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് മഹാസൗഭാഗ്യങ്ങളാണ്. അതുപോലെ തന്നെ മറ്റ് ചില നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഈ എപ്പിസോഡ് വഴി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. പ്രധാനമായും ജ്യോതിഷത്തിൽ ആദിത്യൻ അഥവാ സൂര്യനെ ഗ്രഹങ്ങളുടെ രാജാവെന്നാണ് പറയപ്പെടാറുള്ളത്. ആദിത്യൻ എല്ലാ മാസവും രാശി മാറുന്ന ഒരു ഗ്രഹം കൂടിയാണ്. ഓരോ രാശിയിലൂടെ കടക്കുമ്പോഴും ഓരോ ഫലങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കുണ്ടാകാറുണ്ട്. അത് ഗുണവും ദോഷവുമായി മാറി മാറി വരുന്നു. എന്നാലിപ്പോൾ ഈ മാർച്ച് മാസം തുടങ്ങുമ്പോൾ ആദിത്യൻ മീനൻ രാശിയിലേക്ക് കടക്കുകയാണ്. ഈ മീനൻ രാശിയിലേക്കുള്ള സഞ്ചാരം ചില നക്ഷത്രക്കാരെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നു. തൊഴിൽ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് പരിഹരിച്ച് പുതിയ തൊഴിൽ കിട്ടാനും, സാമ്പത്തികമായിട്ട് ഞെരുക്കം അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാനും സാധിക്കുന്ന ഒന്നാണ്. സാധാരണഗതിയിൽ ആദിത്യൻ മോശ സ്ഥാനത്തേക്ക് കടക്കുമ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. സാധാരണഗതിയിൽ സൂര്യൻ എന്ന് പറഞ്ഞാൽ ചൂടുള്ള ഒരു ഗ്രഹമാണ്. ജ്യോതിഷത്തിൽ ഗ്രഹമായിട്ടും സയൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നക്ഷത്രമായിട്ടുമാണ് നമ്മൾ പറയാറുള്ളത്. തീർച്ചയായിട്ടും സൂര്യൻ ചൂട് പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ സൂര്യൻ മോശ സ്ഥാനത്തോടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചൂട് അനുഭവപ്പെടാറുണ്ട്. കാരണം ചൂട് കൂടിയ ഒരു കാലാവസ്ഥയിൽ നമ്മൾ കഴിയുമ്പോൾ തീർച്ചയായിട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ചൂട് കയറി കഴിയുമ്പോൾ പലർക്കും പല രീതിയിലുള്ള ഇറിറ്റേഷൻ, ചിലർക്ക് തലവേദന എടുക്കും, ചിലർക്ക് ചൂട് കൂടി വിയർപ്പ് താഴ്ന്ന് പനിയുണ്ടാവും, മറ്റു ചിലർക്കൊരു വെപ്രാളം പോലെ അനുഭവപ്പെടാറുണ്ട് അല്ലേ? കാരണം ചൂട് നമ്മൾ ഒരു റൂമിലിരിക്കുകയാണെങ്കിൽ തന്നെ നല്ല ചൂടുള്ള ഒരു റൂമാണെങ്കിൽ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു വെപ്രാളം ഫീൽ ചെയ്യും. ആ ചൂടത്ത് അവിടെ ഇരിക്കുമ്പോൾ ഒരു വെപ്രാളം ഫീൽ ചെയ്യും. ആ വെപ്രാളം ഫീൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അതേ അനുഭവമാണ് ആദിത്യൻ ദോഷസ്ഥാനത്തൂടെ സഞ്ചരിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്കുണ്ടാകാറുള്ളത്. അതായത് ജീവിതത്തിൽ മൊത്തത്തിലൊരു വെപ്രാളമായിരിക്കും. സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ മുഖേന, അതല്ലെങ്കിൽ കേസുകളോ വഴക്കുകളോ തർക്കങ്ങളോ അവ മുഖേന, അതല്ലെങ്കിൽ ധനത്തെപ്പറ്റിയുള്ളത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വില കൂടിയ ഒരു സാധനം വാങ്ങണമെങ്കിൽ തന്നെ നമുക്ക് ഈ തവണ വ്യവസ്ഥയിലൊക്കെ അടച്ച് എടുക്കാൻ പറ്റിയ ഒരുപാട് സോഴ്സുകളുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ 100 പേരിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ 99.99% ആൾക്കാരും ഈ തവണ വ്യവസ്ഥയിലൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മാസം അവർക്ക് ഇത്ര തുക അവിടെ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ അതൊക്കെ മുടങ്ങുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഈ ധനവരവ്, ഇപ്പോൾ 20,000 രൂപ സാലറിക്കാരനായിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് 20,000 രൂപ കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് അയാൾക്ക് 35,000 രൂപയുടെ ചിലവായിരിക്കും വരുന്നത്. അപ്പോൾ അത് മാനേജ് ചെയ്തുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം ഒരു ചൂട് അനുഭവം ഉണ്ടാക്കുന്ന തരത്തിലുള്ള, അതായത് ഒരു വെപ്രാളം ഉണ്ടാക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ്. ശത്രുക്കൾ വരും. ചിലപ്പോൾ ഒരുപക്ഷെ ബന്ധുക്കളിൽ നിന്ന് തന്നെ, സ്വന്തം ബന്ധുക്കളിൽ നിന്ന് തന്നെ ചില ശത്രുക്കളുണ്ടാകാം. ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. നമ്മളോട് നല്ല രീതിക്ക് സന്തോഷത്തോടൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും മാറി നിന്ന് നമുക്കെതിരെ അവർ പ്രവർത്തിക്കും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത, ഇടവിട്ടുള്ള പനി, ജലദോഷം എന്നീ ബുദ്ധിമുട്ടുകളൊക്കെ അലട്ടാറുണ്ട്. അപ്പോൾ ഈ മീനൻ രാശിയിലൂടെയുള്ളൊരു സഞ്ചാരം ഈ മാർച്ച് മാസത്തിൽ മീനം രാശിയിലേക്ക് കടക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടാകുന്നു. അതായത് സൂര്യൻ മീനം രാശിയിലെത്തുമ്പോൾ നിലവിൽ മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രനും ബുധനും ഈ 2 ഗ്രഹങ്ങളുമായിട്ട് സംയോജനം ഉണ്ടാകുന്നു. അതിനാൽ തന്നെ
ഈ സംയോജകത്താൽ ഒരു പ്രത്യേക രാജയോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ രാജയോഗം എന്ന് പറയാനിപ്പോൾ ഒരു മടി തോന്നുന്നുണ്ട്. കാരണം എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വ്യൂ കൂട്ടാനായിട്ട് ഉള്ള യോഗങ്ങൾ, ചിലർ ചോദിക്കുന്നത് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിടുവാണോ യോഗങ്ങളെന്ന്. കാരണം അവർക്ക് അതിനെപ്പറ്റി ഒരു ധാരണയില്ല. ഇതിന് മുൻപുള്ള എപ്പിസോഡിൽ അതിനെപ്പറ്റി വിശദമായിട്ട് 2 എപ്പിസോഡ് മുന്നിൽ ഞാനത് ആദ്യം വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. എത്ര രാജയോഗങ്ങളുണ്ട്, എത്ര യോഗങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒരു ജ്യോത്സ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്. ചിലർ പറയാറുണ്ട് ജോലി എടുത്ത് ജീവിച്ചൂടെ എന്ന്. അപ്പോൾ ആ എപ്പിസോഡിൽ തുടക്കത്തിൽ തന്നെ വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം ഇങ്ങനെ ഡൗട്ടുള്ളവരുടെ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടാണ്. PG ലെവലിലുള്ള ഒരു കോഴ്സാണ് MA അസ്ട്രോളജി എന്ന് പറയുന്നത്. പഠനം പൂർത്തിയാക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ജോലി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ അതിന് സർട്ടിഫിക്കറ്റോട് കൂടി ജോലി ചെയ്യുകയാണ് എല്ലാവരും ചെയ്യാറുള്ളത്, ഏത് മേഖലയാണേലും. അപ്പോൾ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ജ്യോതിഷ ഗ്രന്ഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതും പഠിച്ച് മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ആവശ്യമുള്ളവർക്ക് അത് ഏറ്റെടുക്കാം, അല്ലാത്തവർക്ക് കണ്ടില്ല എന്ന് നടിക്കാം. തീർച്ചയായിട്ടും ഈ സൂര്യൻ ശുക്രനും ബുധനുമായിട്ട് സംയോജനം ഉണ്ടാകുമ്പോൾ അവിടെ 2 രാജയോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന് ശുക്രാദിത്യ രാജയോഗവും 2 ബുധാദിത്യ രാജയോഗവും. അപ്പോൾ ഈ 2 രാജയോഗങ്ങളും ജീവിതത്തിൽ 3 രാശിക്കാർക്കാണ് രാജകീയമായിട്ട് വരുന്നത്. കാരണം അവർക്ക് ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറി അവരുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഉയർച്ചയുടെ കാലമാണ്. 8 നക്ഷത്രക്കാർക്കാണ് ദുരിതങ്ങൾ ഒഴിഞ്ഞ് മാർച്ച് മാസത്തിൽ നല്ല രീതിയിൽ ഉയർച്ചയുണ്ടാകാൻ പോകുന്നത്. ആ നക്ഷത്രക്കാരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായിട്ട് ഒരു കാര്യം സൂചിപ്പിക്കുന്നു. അതായത് ചില ആൾക്കാർ നക്ഷത്രം മാത്രം അറിയാനായിട്ട് കാത്തു നിൽക്കുന്നവരുണ്ട്. അവരോട് ഞാനൊരു കാര്യം സൂചിപ്പിക്കുന്നു. നിങ്ങൾ ഈ നക്ഷത്രം മാത്രം അറിഞ്ഞുകൊണ്ട് പോയിട്ട് ഒരു ഗുണവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ഭാഗ്യം പറഞ്ഞിരിക്കുന്ന ഓരോ നക്ഷത്രക്കാർക്കും അവർക്കത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ചില കാര്യങ്ങൾ, ചില പരിഹാരങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിത രീതിയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഉൾപ്പെടുത്തിയാണ് ഓരോ എപ്പിസോഡിലും പറയാറുള്ളത്. ഇത് സാധാരണഗതിയിൽ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ ഉൾപ്പെടെയുള്ളവർക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം എല്ലാവരും തിടുക്കക്കാരാണ്. വലിച്ചു നീട്ടുന്ന എന്ത് കാരണം എല്ലാവർക്കും മനസ്സിലാവണം. മനുഷ്യർ ഒരേപോലല്ലല്ലോ, പലർക്കും പല രീതിയിൽ. ചിലർക്ക് ഈ പറയുന്ന പോലെ മനസ്സിലാക്കിയെടുക്കാൻ ഇത്തിരിയൂടെ വിശദമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ചിലർക്ക് ഒരു 2 വാക്കുകൊണ്ട് ചിലർക്ക് മനസ്സിലാവും. പക്ഷേ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒട്ടുമിക്ക ആൾക്കാർക്കും, സാധാരണക്കാർക്കൂടെ മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ തിടുക്കം ഒന്നും നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തില്ല തിടുക്കം കാരണം. അതായത് ക്ഷമ, അതാദ്യം പഠിക്കണം. ക്ഷമ നന്നായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ നല്ല രീതിക്ക് ഉയർന്നു വരാൻ പറ്റും. താണ നിലത്തെ നീരോടും. അപ്പോൾ അതായത് ഈ 2 രാജയോഗങ്ങൾ അനുഭവവേദ്യമാകാൻ പോകുന്നത് 3 രാശിക്കാർക്കാണ്. അതായത് 8 നക്ഷത്രക്കാരുണ്ട്. ആ 8 നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം ഉണ്ടാകുന്നു. അതായത് നിലവിൽ അവർക്ക് എന്തെങ്കിലും കാരണത്താൽ ഇതുവരെ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറും. കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം ഉണ്ടാകും. കുടുംബത്തിൽ ചില ശബ്ദങ്ങൾ ഉയർന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വീടായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന പോലെ അച്ഛനുമായിട്ടോ അമ്മയുമായിട്ടോ വഴക്ക്, അതല്ലെങ്കിൽ ഭാര്യയുമായിട്ട് വഴക്ക്, അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് വഴക്ക്, അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ട് വഴക്ക്, അങ്ങനെ കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ല രീതിക്ക് ഞെരുക്കം അനുഭവിച്ചുകൊണ്ടിരുന്നവർ കാണും. തൊഴിലിൽ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നവർ, ചിലപ്പോൾ കേസുകളോ വഴക്കുകളോ തർക്കങ്ങളോ ഒക്കെ നടന്നുകൊണ്ടിരുന്നവർ, ചിലപ്പോൾ ആർക്കെങ്കിലും ഇടനില നിന്ന് പണി കിട്ടിയ ചില ആൾക്കാരുണ്ട്. പിന്നെ നിരന്തരം പഴികൾ കേട്ടുകൊണ്ടിരിക്കും. അതായത് 99% നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് 1% മാത്രം അവരെ കൊണ്ട് പറ്റാതെ വന്നു കഴിയുമ്പം അത്രയും ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൂടെ വേണ്ടിയാണ് ഈ എപ്പിസോഡുകൾ ഓരോ പരിഹാര മാർഗ്ഗങ്ങളും ഇട്ട് കൊടുക്കുന്നത്. അത് ചെയ്യുന്നവരുണ്ട്, അവർക്കതിൽ റിസൾട്ട് കിട്ടിക്കോളും. നിങ്ങൾ നാളെ മാത്രം അറിയാൻ വരുന്നവരാണെങ്കിൽ അറിഞ്ഞിട്ട് പോയിക്കോളും. അതിൻ്റെ റിസൾട്ട് ഇത്രയ്ക്ക് ആവത്തുള്ളൂ എന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ 3 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഞാൻ സൂചിപ്പിക്കാം. ആദ്യം ഇടവം രാശിക്കാർക്കാണ് ഭാഗ്യം ഉണ്ടായിട്ടുള്ളത്. ഇടവരാശിക്കാരെന്ന് പറയുമ്പോൾ കാർത്തിക മുക്കാല് വരുന്നുണ്ട്, അതുപോലെ രോഹിണി, മകയിരം ആദ്യ പകുതി. ഈ 3 നക്ഷത്രക്കാർ, ഇവർക്ക് ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഉള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ളവരാവും. ധനപരമായി വരവ് കുറയുകയും ചിലവ് കൂടി നിൽക്കുന്ന അവസ്ഥ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടം, അതുപോലെ തന്നെ തൊഴിലിൽ
ചില്ലറ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ, കൂട്ടുകാർ അല്ലെങ്കിൽ അടുത്ത് സഹകരിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ പിണങ്ങിപ്പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ശത്രുക്കളാവുന്ന അവസ്ഥ, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഈ മാർച്ച് എന്ന് പറയുന്ന മാസം ഇവർക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ തിരുത്തി നല്ല ഒരു വഴി തിരഞ്ഞെടുക്കാൻ പറ്റിയ, അതായത് നല്ലൊരു മാർഗം തെളിയുന്ന സമയമാണ്. മഹാഭാഗ്യങ്ങൾ ഒരു പക്ഷേ ചിലപ്പോൾ ധനത്തിനോ തൊഴിലിനോ ശ്രമിക്കുന്നവർക്ക് ഒരു പക്ഷേ ഈ ഇൻ്റർവ്യൂ ഒക്കെ വരാൻ പോകുന്നുണ്ടെന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ചെയ്യേണ്ട കാര്യം 3 തരത്തിലുള്ള നിറത്തിലുള്ള വസ്ത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. 1 ചുവപ്പ്, 2 കാവി, 3 ഓറഞ്ച്. ഈ സമയങ്ങളിൽ ഇൻ്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് ഈ മാർച്ച് മാസത്തിൽ ആർക്കെങ്കിലും ഇൻ്റർവ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചെയ്യേണ്ടത് ഈ തരത്തിലുള്ള ഏതെങ്കിലും വസ്ത്രം ധരിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഇത് തന്നെ ധരിക്കണം. കാരണം ഇവർക്ക് ഇപ്പോൾ ആദിത്യന് അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമാണ്. ആദിത്യൻ അനുകൂലമായിട്ട് നിൽക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഇതുവരെ തടസ്സം നേരിട്ടവരായിരിക്കും, അവർക്ക് തടസ്സം മാറുന്ന സമയമാണ്. കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം ലഭിക്കുന്ന സമയമാണ്. ഇതുവരെ കുറ്റപ്പെടുത്തലുകൾ ഏറ്റിട്ടുള്ളവരാണെങ്കിൽ അത് മാറി പറഞ്ഞവരുടെ നാക്കുകൊണ്ട് തന്നെ അത് മാറ്റി പറയുന്ന അവസരങ്ങൾ ജീവിതത്തിലുണ്ടാവും. അതുപോലെ തന്നെ ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുള്ളവരാണെങ്കിൽ പോലും അവർക്ക് അതിൽ നിന്ന് ഒരുപാട് ആശ്വാസം, ആരോഗ്യപരമായിട്ട് നല്ല ആരോഗ്യത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥ ഉണ്ടാവാം. പിന്നെ പിണങ്ങി പോയിട്ടുള്ളവരൊക്കെ തിരിച്ചു വരുന്ന അവസ്ഥ ഉണ്ടാവാം. അതുപോലെ തന്നെ എന്തെങ്കിലും മുടങ്ങി കിടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം തുടർന്ന് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകാം. അത് എന്തുകൊണ്ടും മാർച്ച് മാസം ഇവർക്ക് നിലവിൽ എന്തെങ്കിലും പുതിയതായിട്ടുള്ള പദ്ധതികൾ ആരംഭിക്കാനോ അതല്ലെങ്കിൽ നേരത്തെ തുടങ്ങി വെച്ച് മുടങ്ങിപ്പോയിട്ടുള്ളതായിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ അവർക്ക് വീണ്ടും പുനരാരംഭിക്കാനോ ഒക്കെയുള്ള ഒരു സാധ്യത വരുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിലിൽ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഇപ്പോൾ അനുകൂലമായിട്ട് മാർച്ച് മാസം എന്ന് പറഞ്ഞാൽ അവർക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്. കൂടുതലും ഇതിന് ശക്തി പ്രാപിക്കുക എന്ന് പറയുമ്പോൾ മാർച്ച് പകുതിയോടാണ് ശക്തി പ്രാപിക്കുന്നത്. മാർച്ച് പകുതിയോട് ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ മാസം പകുതി വരെയോളം നീണ്ടു നിൽക്കുന്നുണ്ട്. ആ ഒരു മാസക്കാലയളവ് നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് നല്ല ഗുണങ്ങൾ തന്നെയാണ് ഈ വർഷം ഉണ്ടാകാൻ പോകുന്നത്. അവരുടെ ഒരുപക്ഷെ അവർക്ക് ഇതുവരെ ഏറ്റുകൊണ്ടിരുന്നിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറി നല്ല അവസ്ഥയിലേക്ക് ജീവിതം മുന്നോട്ട് പോകുന്നതായിട്ട് അവർക്ക് തന്നെ മനസ്സിലായി പോകും. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു മഹാഭാഗ്യമാണ്. ഭാഗ്യം എന്ന് പറയുമ്പോൾ പല രീതിക്കാണ് വരുന്നത്. അതൊരു ലോട്ടറി രൂപേണ വരാം, അതല്ലെങ്കിൽ അതൊരു ഒരു ജോലി രൂപേണ വരാം. പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ഇന്ന ജോലി കിട്ടുമോ എന്ന് ചിലപ്പോൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ആ ഒരു ജോലി കിട്ടണമെന്നൊരാഗ്രഹം ഉണ്ടാകും, പക്ഷേ അയാളുടെ മനസ്സിൽ 100% എനിക്ക് കിട്ടത്തില്ല അങ്ങനെയുള്ളൊരു ഉറപ്പായിരിക്കും. പക്ഷേ അതിനെ മറികടന്ന് ആഗ്രഹം അവർക്ക് നേടി കിട്ടാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ളൊരു സമയമാണ്. തീർച്ചയായിട്ടും കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം, ആദിപഗതി നന്നായിട്ട് ശ്രമിച്ചോളുക. ഈ വരുന്ന മാസം നാളെ മുതൽ നിങ്ങൾക്ക് ഒരു മാസക്കാലത്തേക്ക് വളരെ നല്ല അനുകൂലമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം 2ാം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ. ഈ നക്ഷത്രക്കാർക്കാണ് അടുത്തതായി മഹാഭാഗ്യം ഈ മാർച്ച് മാസത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. സൂര്യൻ്റെ മീനം രാശിയിലേക്കുള്ള സഞ്ചാരം ഇവരുടെയും തടസ്സങ്ങളും കഷ്ടപ്പാടുകളും മാറ്റുന്നു. മാത്രമല്ല കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നവരാണെങ്കിൽ പോലും അവരുടെ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാനും സന്തോഷ വാർത്തകൾ കേൾക്കാനിടയാവാനും അതുപോലെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും സാധിക്കും. മാത്രമല്ല കുറേ കാലങ്ങളായിട്ട് തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. ചിലപ്പോൾ ഒരു ചെറിയ ജോലിക്കൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. അവർക്ക് തൊഴിൽ പുരോഗതി ഉണ്ടാകാനും ഇതുവരെ തൊഴിൽ നോക്കിയിട്ട് കിട്ടാതിരുന്നവർക്ക് എവിടെങ്കിലും അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ വലിയ മെനക്കേടില്ലാത്ത തരത്തിൽ ഒരു ജോലി അവർക്ക് കിട്ടാനും താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും അവർക്ക് ഒരു സ്ഥിര വരുമാനം ഉണ്ടാകുന്ന രീതിയും ഈ ഒരു സമയം കൊണ്ട് അവർക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും കേസുകളോ വഴക്കുകളോ തർക്കങ്ങളോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം മാറി നല്ല രീതിയിലേക്ക് പരിഹരിച്ച്, ഒരുപക്ഷെ കേസുണ്ടെങ്കിൽ അതിൽ വിജയം കൈവരിച്ച് മുന്നോട്ട് പോകാനും ധനപരമായിട്ട് വരവ് കൂടി വരാനും ശാരീരിക അസ്വസ്ഥതകൾ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി നല്ല ആരോഗ്യമുണ്ടാകാനും ശത്രുക്കളെ സംഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റിയ ഒരു അനുകൂല സമയമാണ്. ഒരുപക്ഷെ മഹാഭാഗ്യം എന്ന് പറയുന്നത് പല രൂപേണയും വരാം. ഒരു ലോട്ടറി ആവാം, അതല്ലെങ്കിൽ ഒരു സമ്മാനമായിട്ടാകാം,
അതുമല്ലെങ്കിൽ തൊഴിൽ രൂപേണയാകാം. ഒരുപക്ഷെ കാലങ്ങളായിട്ട് ഇവർ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഏതെങ്കിലും PSC വിധത്തിൽ വരുന്ന സർക്കാർ ജോലികൾ, അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്ററുകൾ കൈപ്പറ്റാനുമൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു കാലയളവ് ഇവർക്ക് ഒരുപക്ഷെ സംഭവിച്ചേക്കാം. അടുത്തതായിട്ട് വരുന്നത് തുലാക്കൂറുകാരാണ്. ചിത്തിര രണ്ടാം പകുതി, ചോതി വിശാഖം. ചിത്തിര ആദ്യ പകുതി എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ചിത്തിര രണ്ടാം പകുതിക്കാർക്കാണെങ്കിൽ ഇപ്പോൾ ഈ സൂര്യൻ മീനം രാശിയിലേക്ക് കടക്കുമ്പോഴും അവിടെ ശുക്രൻ്റെയും ബുധൻ്റെയും സംയോജനത്താലും മഹാഭാഗ്യങ്ങൾ ഇവരെ തേടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർച്ച് മാസം ഇവർക്ക് കൂടുതൽ അനുകൂലമായിട്ട് വരുന്നുണ്ട്. ധനപരമായിട്ട് വലിയ രീതിക്ക് ഉയർച്ചയുണ്ടാകാനും വിദേശത്ത് പോകാനിരിക്കുന്നവർക്ക് ആ യാത്രയിലെ ഇതുവരെ ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങൾ മാറി എത്രയും വേഗം തന്നെ വിദേശത്ത് പോകാനുള്ള കാര്യങ്ങൾ ഒത്തുവരാനും, അതുപോലെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് എക്സാമിൽ വിജയം ഉണ്ടാകാനും, അതുപോലെ ദാമ്പത്യവുമായിട്ട് അകന്നു കഴിഞ്ഞിരുന്നവർ അടുത്തു വരാനും, ഇതുവരെ സഹകരിച്ചുകൊണ്ടിരുന്നവർ ശത്രുക്കളായിട്ട് മാറിപ്പോയിട്ടുള്ളവർ അവർ ആ തെറ്റേറ്റ് പറഞ്ഞ് നിങ്ങളിലേക്ക് വീണ്ടും കൂട്ടുകൂടിയെത്താനും, അതുപോലെ നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയവരൊക്കെ തിരികെ നിങ്ങളിലേക്ക് വരാനും ഒക്കെ പറ്റുന്ന സമയമാണ്. തൊഴിലിൽ പുരോഗതി വരുന്ന സമയമാണ്. ഇതുപോലെ ഒരുമിച്ചൊരു തുക കയ്യിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഒരു സമയമാണ് ഇവർക്കും ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 8 നക്ഷത്രക്കാരെന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം മുക്കാല്, അതുപോലെ ചിത്തിര, ചോതി, വിശാഖം. ചിത്തിര എന്ന് പറഞ്ഞു രണ്ടാം പകുതിയാണ്, വിശാഖം മുക്കാലാണ് വരുന്നത്. അപ്പോൾ അത് അവരവരുടെ നക്ഷത്രം അവരവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഇനി നമുക്കിത് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് നോക്കാനുള്ളത്. അതിന് ചില പരിഹാരങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. കാരണം ഞാൻ എന്നെ സമീപിച്ചിട്ടുള്ള പല ആൾക്കാരോടും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഭാഗ്യം നമ്മളിലേക്ക് എത്തണമെങ്കിൽ വെറുതെ കുറച്ച് നാളുകൾ കേട്ടുകൊണ്ട് പോയിട്ട് കാര്യമില്ല. പിന്നെ ഞാനൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നു, നാൾ കേട്ടിട്ട് പോകാൻ നിൽക്കുന്നവരോട് ഒരു കാര്യം സൂചിപ്പിക്കുക, നിങ്ങൾക്കിത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് പൂർണ്ണതയിൽ ഇത് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പോവുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്തുള്ളൂ. ഒന്നാമതായിട്ട് നിങ്ങൾ മാർച്ച് 1 മുതൽ ഒന്നുകിൽ ഉണരുമ്പോൾ, അതല്ലെങ്കിൽ കിടക്കാൻ നേരത്ത്, അതല്ലെങ്കിൽ കുളി കഴിഞ്ഞ് വരുന്ന സമയങ്ങളിൽ, എപ്പോഴാണോ നിങ്ങളൊരു ഫ്രീ ആയിട്ട് നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു സമയം വരുന്നത്, തീർച്ചയായിട്ടും ആ സമയത്ത് ശിവ പഞ്ചാക്ഷരി മന്ത്രം എല്ലാവർക്കും അറിയാം, ഓം നമ ശിവായ 108 പ്രാവശ്യം ഡെയിലി ജപിക്കണം. എന്നാൽ ഞായറാഴ്ച ദിവസം മാത്രം ഈ ജപസംഖ്യ 1008 ഉയർത്തണം. അതായത് ഞായറാഴ്ച മാത്രം 1008 തവണ ജപിക്കണം. 1008 തവണ ജപിക്കുക എന്ന് പറയുമ്പോൾ അധികം സമയമൊന്നും എടുക്കണ്ട. ഈ 1008 എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് തീരും. ഒരു 108 തന്നെ ഒരു 5 മിനിറ്റിനകത്ത്, അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് അത്രയും മതി ജപിച്ച് തീരാൻ. അപ്പോൾ തീർച്ചയായിട്ടും അധികം സമയം മെനക്കെടാതെ തന്നെ ഈ 1008 തവണ ജപിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഞായറാഴ്ച ദിവസങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. കാരണം സൂര്യൻ്റെ അനുകൂല സമയമെന്ന് പറയുന്നത്, ദിവസമെന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. അതുപോലെ ഞാൻ കുറച്ച് നിറങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചുവപ്പ്, കാവി, ഓറഞ്ച്. ഈ തരത്തിലുള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഏറ്റവും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോകുക എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഒരു 11 കേടില്ലാത്ത കൂവളത്തിലേയും കൂടെ പറിച്ച് ഒരു തൂശനില വെട്ടി അതിനകത്തിലാക്കിക്കൊണ്ട് വേണം പോകാൻ. അപ്പോൾ മഹാദേവന് മുന്നിൽ ഇത് കൊണ്ടുവന്ന് സമർപ്പിക്കണം. ഇപ്പോൾ കാലാവസ്ഥ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് എങ്ങും അങ്ങനെ ഈ കൂവളത്തില കിട്ടാൻ കേടില്ലാത്തത്. അത് കിട്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെക്കുന്നത് നന്നായിരിക്കും. അല്ലാത്ത പക്ഷം ശിവക്ഷേത്രത്തിൽ ചെന്നിട്ട് തൊഴണം, നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിക്കുക. കാരണം സൂര്യനെ പ്രീതിപ്പെടുത്താൻ മഹാദേവനെയാണ് ആരാധിക്കേണ്ടത്. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ധാര പിൻവിളക്ക് 5 മാസക്കാലം ചെയ്യണം. അതിനോടൊപ്പം മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ഇവരുടെ പേരിൽ നിന്നാളിലും ചെയ്യണം. അതിന് ഈ ലിസ്റ്റിൽ പെടാത്തവരാണെങ്കിൽ പോലും ആ നക്ഷത്രക്കാർ ചെയ്യുന്നത് അവർക്ക് ഗുണം തന്നെ ഉണ്ടാക്കും തീർച്ചയായിട്ടും. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇതിൽ ബുധൻ്റെയും ശുക്രൻ്റെയും കൂടെയാണ് ഈ മീനൻ രാശിയിലേക്ക് സൂര്യൻ്റെ വരവ്. അപ്പോൾ ഇവരുമായിട്ട് ഈ സംയോജനം നടക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും ആ ഒരു കാലയളവ് 2 രാജയോഗങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. തീർച്ചയായിട്ടും അത് അനുഭവത്തിൽ വരാനായിട്ട് ബുധകാരകനായിട്ടുള്ള ശ്രീകൃഷ്ണസ്വാമിയെ ആരാധിക്കണം. അതായത് എല്ലാവരും പെട്ടെന്ന് ചിന്തിക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വഴിപാടുകളാണ്. മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും.
വ്യാഴത്തിൻ്റെ ദേവതയാണ് മഹാവിഷ്ണു ഭഗവാൻ. ബുധൻ്റെ ബുധകാരകനായിട്ടുള്ള ശ്രീകൃഷ്ണസ്വാമിയാണ്. തീർച്ചയായിട്ടും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഒരു ബുധനാഴ്ച ദിവസം തന്നെ പോകുക. മാസത്തിൽ ഒരു ബുധനാഴ്ച പോയാൽ മതി. ഒരിത്തിരി ആവിൽ, ഒരിത്തിരി മലര്, ഒരു 5 കദളിപ്പഴം ഒക്കുമെങ്കിൽ കൊണ്ടുവന്ന് നടക്കിൽ സമർപ്പിച്ച് തൊഴുത് പ്രാർത്ഥിച്ച ശേഷം ഒരു തൃക്കൈ വെണ്ണ വഴിപാട് നടത്തുക. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ 5 മാസക്കാലത്തേക്ക് ഭാഗ്യസൂക്തോടെ വഴിപാട് നടത്തണം. പിന്നെ ശുക്രപ്രീതിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പല ക്ഷേത്രങ്ങളിലും പോയിട്ടുണ്ട്. അപ്പോൾ പ്രധാന പ്രതിഷ്ഠയോട് അടുത്ത് തന്നെ ഉപദേവാലയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഗണപതി, ശാസ്താവ്, സുബ്രഹ്മണ്യസ്വാമി, ബ്രഹ്മരക്ഷസ് എന്നീ പ്രതിഷ്ഠകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ തന്നെ യക്ഷിയമ്മ എന്ന് പറഞ്ഞ പ്രതിഷ്ഠയുള്ള ചില ക്ഷേത്രങ്ങളുണ്ട്. വെള്ളിയാഴ്ച ദിവസം ഇളം നിറത്തിലുള്ള വസ്ത്രം ധരിച്ച്, അതായത് വെള്ള, അതല്ലെങ്കിൽ ചന്ദന കളറ്, പിന്നെ വളരെ അതായത് കടും നിറങ്ങൾ ഒഴിവാക്കി ഇളം നിറം, ലൈറ്റായിട്ടുള്ള ബ്രൈറ്റായിട്ട് നിൽക്കുന്ന കളറിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പോകണം. പോയിട്ട്, അതായത് ത്രിസന്ധ്യ സമയത്താണ് യക്ഷിയമ്മയ്ക്ക് മുന്നിൽ പോകുന്നത്. ത്രിസന്ധ്യ സമയം. ആ സമയത്ത് യക്ഷിയമ്മയ്ക്ക് മുന്നിൽ പോയിട്ട് അവിടെ ഈ സ്റ്റാളുകളിൽ കിട്ടും കരിവള, അത് വാങ്ങിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. 5 മാസക്കാലം ഇത് തുടർച്ചയായിട്ട് ചെയ്യണം. എന്നിട്ട് ഇത് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഈ പറഞ്ഞ രാജയോഗ ഫലങ്ങൾ അനുഭവത്തിൽ വരും. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾ മാറും എന്നുള്ളത് 100ൽ 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ആത്മാർത്ഥമായിട്ടും വിശ്വാസത്തോടെയും ശുദ്ധിയോടെയും ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. മാത്രമല്ല, നവഗ്രഹ സ്തോത്രം പാരായണം ചെയ്യുന്നവർ അവിടെ അവർ ശുക്രനും ബുധനും സൂര്യനും ഈ 3 പേരുടെയും മന്ത്രങ്ങൾ 108 തവണ ജപസംഖ്യ 108ലേക്ക് ഉയർത്തുക. അതിലൂടെ അവർക്ക് മഹാഭാഗ്യം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇതിപ്പോൾ ഒരു മാസമെന്ന് പറഞ്ഞാലും ഏപ്രിൽ പകുതിയോട് വരെ നീണ്ടു നിൽക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ലൊരു തുടക്കത്തിന് വേണ്ടിയുള്ള വഴി തെളിയുന്ന ഒരു സമയം കൂടിയാണ്. ഈ സമയത്ത് എന്ത് ഇറങ്ങി പ്രവർത്തിച്ചാലും അത് നിങ്ങളിലേക്ക് അനുകൂലമായിട്ട് തന്നെ വരും. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.